പരിശുദ്ധിയുടെയും വിശ്വാസ്യതയുടെയും സുവർണ്ണ നാമമായ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഏറ്റവും പുതിയ കളക്ഷൻ. വെഡിംഗ് ആഭരണങ്ങളുടെ കൂടുതൽ കളക്ഷനുകൾ സന്ദർശിക്കൂ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്. പെരിന്തൽമണ്ണ, പട്ടാമ്പി, വളാഞ്ചേരി, രാമനാട്ടുകര. സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങളിൽ പ്രതിഷേധിച്ച് പട്ടാമ്പിയിൽ കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം. AR ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തി. സർക്കാരിന്റെ സഹകരണ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക. സർക്കാരിന്റെ സഹകരണ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കുക. സംഘടനകളുടെയും എക്സിക്യൂട്ടീവിനെയും സഹകരണ മേഖലയെ തകർക്കുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നയങ്ങൾക്കെതിരെയാണ് കേരള കോപ്പറേറ്റീവ് എംപ്ലോയീസ് ഫണ്ടിന്റെ നേതൃത്വത്തിൽ പട്ടാമ്പി AR ഓഫീസിന് മുന്നിൽ സായാഹ്ന ധർണ നടത്തിയത്. പട്ടാമ്പി താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് NK റാസിയുടെ അധ്യക്ഷതയിൽ DCC സെക്രട്ടറി PK ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ ധർണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ ഏറ്റവും നന്നായി നടന്നിരുന്ന രണ്ട് മേഖലകളാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകൾ. അത് ഇന്ന് 2-3 വർഷം കൊണ്ടുണ്ടായതല്ല, മാറി മാറി വരുന്ന സർക്കാരുകളുടെ പ്രോത്സാഹനം കൊണ്ട് തന്നെയാണ് ആരോഗ്യ വിദ്യാഭ്യാസ മേഖല നന്നായിട്ടുണ്ട്. ആ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്താ? ഒരു ആത്മാർത്ഥമായി പണിയെടുക്കുന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ആരിഫ് എന്ന് പറയുന്ന ഡോക്ടർ സങ്കടം കൊണ്ട് പറഞ്ഞു, ഈ ഒരു ഓപ്പറേഷൻ നടത്താൻ എനിക്ക് കഴിഞ്ഞില്ല, അവരെ തിരിച്ചയക്കേണ്ടി വന്നു, ഉപകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അയാളൊരു കോൺഗ്രസ്സുകാരനല്ല, ഒരു ലീഗുകാരനല്ല, UDFകാരനല്ല. ഇടതുപക്ഷ അനുഭാവിയായ അദ്ദേഹം സത്യം വിളിച്ചു പറഞ്ഞതിന് അദ്ദേഹത്തെ ക്രൂശിക്കാനും കള്ളനാക്കാനുമാണ് ഈ ഭരണകൂടം ശ്രമിക്കുന്നത്. ഈ ഭരണകൂടത്തിന് താഴെ ഇറക്കിയാൽ മാത്രമേ ഈ കേരളം രക്ഷപ്പെടൂ എന്നുള്ള അവസ്ഥയാണ്. അതിന് ജനങ്ങൾ തയ്യാറാണ്. നമ്മൾ ഓരോരുത്തരും അതിനു മുൻപിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കണം. നമ്മളുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ അതിനുശേഷം മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞു. ജില്ലാ കോൺഗ്രസ് എക്സിക്യൂട്ടീവ് അംഗം KR നാരായണസ്വാമി മുഖ്യപ്രഭാഷണം നടത്തി. കേരള സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും ദ്രോഹ നയങ്ങളാണ് നമ്മുടെ ഈ സഹകരണ ബാങ്കിംഗ് മേഖലകളിൽ നിലനിന്ന് വരുന്നത്. 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിശ്രമം എന്നൊക്കെ പറഞ്ഞ് വന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം ഇന്ന് ജീവനക്കാർക്ക് വേണ്ടി, തൊഴിലാളികൾക്ക് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് തിരിഞ്ഞു നോക്കിയാൽ ജീവനക്കാരെ കേസെടുത്ത് പീഡിപ്പിക്കുക എന്നുള്ള ഒരു നയമാണ്, തൊഴിലാളി വിരുദ്ധ നയമാണ് കേരളത്തിൽ ഈ CPMന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. താലൂക്ക് കമ്മിറ്റി സെക്രട്ടറി രഞ്ജിത്ത്, സംസ്ഥാന കമ്മിറ്റി അംഗം സഞ്ജയ്, രുജിന, EV സക്കീർ, ഉഷ, ഗോപകുമാർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു.